നമസ്തേ. രാജ്യാന്തരത്തിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. മാവോയിസ്റ്റ് ഭീകരവാദം പൂർണ്ണമായും തുടച്ചു നീക്കും പ്രഖ്യാപനവുമായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ഛത്തീസ്ഗഡിൽ ഇതുവരെ 287 മാവോയിസ്റ്റ് ഭീകരർ കൊല്ലപ്പെട്ടു. 1000 പേർ അറസ്റ്റിലായെന്നും 837 പേർ കീഴടങ്ങിയെന്നും അമിത്ഷാ. മഹാരാഷ്ട്രയിൽ മന്ത്രിസഭാ വിപുലീകരണം. 30 മന്ത്രിമാർ കൂടി സത്യപ്രതിജ്ഞ ചെയ്തു. ശൈത്യകാല സമ്മേളനം നാളെ നാഗ്പൂരിലെ നിയമസഭയിൽ. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ഭരണഘടനാ ഭേദഗതി ബില്ല് നാളെ ലോക്സഭയിൽ അവതരിപ്പിക്കില്ല. നാളത്തെ പുതുക്കിയ കാര്യപരിപാടി പട്ടികയിൽ ബില്ലിനെക്കുറിച്ച് പരാമർശമില്ല. വിമത സർക്കാർ ആവശ്യപ്പെട്ടാൽ സിറിയയ്ക്ക് സൈനിക സഹായം നൽകുമെന്ന് തുർക്കി. നിലപാട് വ്യക്തമാക്കി പ്രതിരോധ മന്ത്രി യാസർ ഗൂളർ. പ്രഖ്യാപനം അമേരിക്കയുമായുള്ള ചർച്ചയ്ക്ക് പിന്നാലെ. വിശദമായ വാർത്തകളിലേക്ക്. മഹാരാഷ്ട്രയിൽ മന്ത്രിസഭാ വികസനത്തിന്റെ ഭാഗമായി മന്ത്രിമാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. നാഗ്പൂരിൽ രാജ്ഭവനിൽ നടന്ന ചടങ്ങിൽ BJP സംസ്ഥാന അധ്യക്ഷൻ ചന്ദ്രശേഖർ ഭവൻകുലെ ഉൾപ്പെടെ 39 മന്ത്രിമാരാണ് ചുമതലയേറ്റത്. നാളെ നിയമസഭാ സമ്മേളനം ആരംഭിക്കാനിരിക്കെയാണ് മന്ത്രിമാർ സത്യപ്രതിജ്ഞ ചെയ്തത്. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ഭരണഘടനാ ഭേദഗതി ബില്ല് നാളെ ലോക്സഭയിൽ അവതരിപ്പിക്കില്ല. തെരഞ്ഞെടുപ്പുകൾ യോജിപ്പിക്കുന്നതിനുള്ള 2 ബില്ലുകൾ കേന്ദ്ര നിയമമന്ത്രി അർജുൻ റാം മേഘ്വാൾ തിങ്കളാഴ്ച അവതരിപ്പിക്കുമെന്നായിരുന്നു നേരത്തെ അറിയിച്ചിരുന്നത്. പക്ഷേ ലോക്സഭയിൽ പുതുക്കിയ ബിസിനസ് ലിസ്റ്റിൽ ബില്ലിനെക്കുറിച്ച് പരാമർശമില്ല. കരട് ബില്ലിന് കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകിയിരുന്നു. മൂന്ന് ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി ശ്രീലങ്കൻ പ്രസിഡന്റ് അനുരകുമാര ദിസാനായകെ ഇന്ന് ഡൽഹിയിലെത്തും. പ്രസിഡന്റായി സ്ഥാനമേറ്റതിന് ശേഷമുള്ള അദ്ദേഹത്തിൻ്റെ ആദ്യ ഇന്ത്യ സന്ദർശനമാണിത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഉഭയകക്ഷി ചർച്ച നടത്തുന്ന ശ്രീലങ്കൻ പ്രസിഡന്റ് രാജ്യ തലസ്ഥാനത്ത് നടക്കുന്ന ചില ബിസിനസ് യോഗങ്ങളിലും പങ്കെടുക്കും. ഭാരതവും ശ്രീലങ്കയും തമ്മിലുള്ള സാംസ്കാരിക പൈതൃകം ഉയർത്തിക്കാട്ടുന്നതിൻ്റെ ഭാഗമായി പ്രധാന ബുദ്ധമത തീർത്ഥാടന കേന്ദ്രമായ ബീഹാറിലെ ബോധ്ഗയ സന്ദർശിച്ച ശേഷമാകും ശ്രീലങ്കൻ പ്രസിഡന്റ് മടങ്ങുക. 2026 മാവോയിസ്റ്റ് ഭീകരവാദം പൂർണ്ണമായും തുടച്ചു നീക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ഛത്തീസ്ഗഡിൽ കഴിഞ്ഞ വർഷം 287 മാവോയിസ്റ്റ് ഭീകരർ ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടു. ഛത്തീസ്ഗഡ് പോലീസ് സേനയുടെ ധീരത അഭിനന്ദനാർഹമാണെന്നും അമിത്ഷാ പറഞ്ഞു. ഛത്തീസ്ഗഡ് പോലീസ് സേനയുടെ 25ാം വാർഷികവും രാഷ്ട്രപതിയുടെ പുരസ്കാര വിതരണ ചടങ്ങിലും പങ്കെടുത്ത് സംസാരിക്കവെയാണ് മാവോയിസ്റ്റ് ഭീകരവാദം പൂർണ്ണമായും തുടച്ചു നീക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ആവർത്തിച്ചത്. സർക്കാരും സുരക്ഷാ സേനയും കർശന നടപടി സ്വീകരിക്കുന്നുണ്ട്. 2026 മാവോയിസ്റ്റ് ഭീകരവാദം അവസാനിപ്പിക്കും. ഛത്തീസ്ഗഡിൽ മാത്രം കഴിഞ്ഞ വർഷം 287 മാവോയിസ്റ്റ് ഭീകരർ ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടു. 1000 ഭീകരരെ അറസ്റ്റ് ചെയ്തു. 837 പേർ ആയുധം വെച്ച് കീഴടങ്ങിയെന്നും വിഷയത്തിൽ ഛത്തീസ്ഗഡ് പോലീസ് സേനയുടെ ധീരത അഭിനന്ദനാർഹമാണെന്നും അമിത്ഷാ പറഞ്ഞു. मगर विगत 5 सालों में हमें यहाँ की सरकार का समर्थन नहीं मिला. छत्तीसगढ़ वालों, आपने भाजपा सरकार बनाई, दोनों जगह भाजपा सरकार बनी और नक्सलवाद के खिलाफ हमारा अभियान तेज हो गया. 1 साल हुआ कल. 1 साल के अंदर 287 नक्सलियों को मार दिया गया. 992 नक्सली गिरफ्तार हुए और 837 नक्सली सरेंडर हुए. ആയുധം ഉപേക്ഷിക്കുന്നവർക്ക് നിയമപരമായി പുനരധിവാസത്തിന് അവസരം ലഭിക്കും. ഭീകരാക്രമണങ്ങളുടെ എണ്ണത്തിൽ 60% കുറവുണ്ടായിട്ടുണ്ടെന്നും ചുവപ്പൻ ഭീകരത പൂർണ്ണമായും തുടച്ചു നീക്കുമെന്നും നേരത്തെ നക്സൽ ബാധിത സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരും ഉദ്യോഗസ്ഥരുമായുള്ള യോഗത്തിലും അമിത്ഷാ വ്യക്തമാക്കിയിരുന്നു. ജനം, ഡൽഹി.
വിമത സർക്കാർ ആവശ്യപ്പെട്ടാൽ സിറിയയ്ക്ക് സൈനിക സഹായം നൽകുമെന്ന് തുർക്കി പ്രതിരോധ മന്ത്രി യാസർ ഗുളറാണ് ഇക്കാര്യം അറിയിച്ചത്. ബഷാർ അൽ അസദിന്റെ വർഷങ്ങളായുള്ള ഭരണം അവസാനിപ്പിച്ച HTSന് അവസരം നൽകണമെന്നും ഗുളർ ആവശ്യപ്പെടുന്നു. കൂടുതൽ വിവരങ്ങളുമായി ഐസൺ ജോസ് ചേർന്നുണ്ട്. ഐസൺ, എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ പുറത്തുവരുന്നത്? വിഷ്ണു, നിലവിലെ സാഹചര്യത്തിൽ ഏറ്റവും സുപ്രധാനമായൊരു നിലപാടാണ് തുർക്കിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. നമുക്കറിയാവുന്നതാണ്, ഇന്ന് രാവിലെയും ഇന്നലെ രാത്രിയുമായൊക്കെ ചില സംഭവ വികാസങ്ങളുണ്ടായത്. അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ തുർക്കിയിലെ അധികാരികളുമായി ചർച്ച ചെയ്തിരുന്നു. ഈ സിറിയയിലെ വിഷയം തന്നെയാണ് ചർച്ച ചെയ്തത്. സിറിയയിൽ സമാധാനം പുനഃസ്ഥാപിക്കുന്നത് സംബന്ധിച്ചുള്ള നിലപാടുകളാണ് ആവശ്യപ്പെടുകയും ചെയ്തത്. ഇതിന് പിന്നാലെയാണ് റഷ്യയോടും അതുപോലെ ഇറാനോടും സിറിയയിൽ തുടർ ആക്രമണങ്ങൾ നടത്തരുതെന്ന് നിർദ്ദേശം നൽകിയത്. നമുക്കറിയാവുന്നതാണ്, നവംബർ 27-ന് ബഷാർ അൽ അസദിനെ രക്ഷപ്പെടുത്തുന്നതിന് മുന്നോടിയായുള്ള ആ സാഹചര്യത്തിൽ 27-28 തീയതികളിലെല്ലാം തന്നെ ശക്തമായ ആക്രമണം, റഷ്യ വ്യോമാക്രമണം സിറിയയിൽ ഈ വിമത സൈന്യത്തിന് നേരെ നടത്തിയിരുന്നു. വിമതരെ HTSന് നേരെ നടത്തിയിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് ഇനിയും അവർക്ക് നേരെ ആക്രമണങ്ങൾ നടത്തരുതെന്ന് നിലപാട് അറിയിക്കുന്നത്. മാത്രമല്ല, പടിഞ്ഞാറൻ രാജ്യങ്ങൾ, അതായത് അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ അംഗീകരിക്കാൻ തയ്യാറാണ് എന്നൊരു നിലപാട് ബഷാർ അൽ അസദിനെ മറിച്ചിട്ടതിന് ശേഷം, അല്ലെങ്കിൽ അദ്ദേഹത്തിനെ സ്ഥാനഭ്രഷ്ടനാക്കിയതിന് ശേഷം ഈ HTSൻ്റെ മേധാവികളെല്ലാം തന്നെ അറിയിക്കുകയും ചെയ്തിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ആന്റണി ബ്ലിങ്കൻ്റെ സന്ദർശനവും ഈ സിറിയയിൽ സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള നീക്കങ്ങളുമെല്ലാം നടത്തിയത്. അറബ് രാജ്യങ്ങളുമായും അതുപോലെ തന്നെ തുർക്കിയുമായും മറ്റു രാജ്യങ്ങളുമായും എല്ലാം തന്നെ ഈ കാര്യം ചർച്ച ചെയ്യുകയും ചെയ്തിരുന്നു. ജോർദാനുമൊക്കെയായി ചർച്ച ചെയ്തൊരു സാഹചര്യമുണ്ടായിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ തുർക്കിയുടെ നിലപാട് പുറത്തു വന്നിരിക്കുന്നത്. അത് വളരെ കൃത്യമായി പറയുന്നു, സിറിയയ്ക്ക് ആവശ്യമെന്ന് സിറിയ പറയുകയാണെങ്കിൽ അവർക്ക് സൈനിക സഹായം നൽകുന്നതിന് തയ്യാറാണ് എന്ന നിലപാടാണ് അറിയിച്ചിരിക്കുന്നത്. അത്തരത്തിൽ സൈനിക സഹായം നൽകാനുള്ള നീക്കം തയ്യാറാണ് എന്നുള്ള നീക്കം വരുമ്പോൾ സ്വാഭാവികമായും ആ രാജ്യത്ത് പൂർണ്ണമായും ശക്തമായ രീതിയിൽ ഒരു സൈനിക സംവിധാനത്തെ വിന്യസിക്കാനുള്ളൊരു നീക്കമാണ് നടത്തുക എന്നാണ് അറിയാൻ സാധിക്കുന്നത്. പക്ഷേ ജനാധിപത്യം പുനഃസ്ഥാപിക്കുന്നതിന് മുന്നോടിയായുള്ള ഈ സൈനിക സംവിധാനത്തെ വിന്യസിക്കുന്നത് എത്ര കണ്ട് HTSനെ തന്നെ പിന്തുണയ്ക്കുന്ന ജിഹാദി വിഭാഗങ്ങൾ പിന്തുണയ്ക്കും അല്ലെങ്കിൽ അംഗീകരിക്കുമെന്ന് കാത്തിരുന്ന് കാണേണ്ടതുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇറാൻ്റെ നിലപാടുകൾ ഏറെ ഗൗരവമുള്ളതാവുക. ഇറാൻ ഒരു പക്ഷേ ഇത്തരത്തിലുള്ള ഹമാസ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾക്ക് സിറിയയിൽ സാന്നിധ്യമുണ്ട്. ഇവരെല്ലാം ചേർന്ന് വീണ്ടും ഒരു റീഓർഗനൈസേഷൻ നടത്താനുള്ളൊരു സാധ്യതയും, അതുകൊണ്ട് തന്നെ ഈ HTS നിലവിലെ വിമത നീക്കത്തെ തകർക്കാനുള്ളൊരു സാധ്യതയും തള്ളിക്കളയാനാവില്ല. അതുകൊണ്ട് തന്നെ ഇറാനോടും അതുപോലെ റഷ്യയോടും ആക്രമണം നടത്തരുതെന്ന് ടർക്കി ആവശ്യപ്പെടുന്നത് ഏറെ പ്രാധാന്യമർഹിക്കുന്നൊരു വിഷയമാണ്. നിലവിലെ സാഹചര്യത്തിൽ ഈ തുർക്കിയുടെ നിലപാട്, ഈ സൈന്യത്തെ നൽകാമെന്ന നിലപാട് ഏറെ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു സാഹചര്യം തന്നെയാണ് നിലനിൽക്കുന്നതെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഒരു പക്ഷേ HTSനെ ലോകം അംഗീകരിക്കാനുള്ള, അല്ലെങ്കിൽ ലോകത്തിലെ വിവിധ രാജ്യങ്ങൾ അംഗീകരിക്കാനുള്ള നീക്കത്തിൻ്റെ മുന്നോടിയായും ഇതിനെ കാണാനാകും. എന്നാൽ അമേരിക്കയെല്ലാം തന്നെ ഭീകരരുടെ ലിസ്റ്റിലാണ് ഹയാത്ത് തഹ്രീർ അൽ ഷം എന്ന് പറയുന്ന സംഘടനയെ ഇപ്പോഴും ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ബ്രിട്ടനും അത്തരത്തിൽ ഭീകര പട്ടികയിൽ നിന്നും HTSനെ ഒഴിവാക്കാനുള്ള സാധ്യതയില്ല എന്ന നിലപാടും വ്യക്തമാക്കിയിരുന്നു. ഈ ഒരു സാഹചര്യങ്ങളെല്ലാം ചേർത്ത് വായിക്കുമ്പോൾ ചില മാറ്റങ്ങൾ അവിടേക്ക് കൊണ്ടുവരാനുള്ള നീക്കങ്ങൾ നടത്തുന്നുണ്ട്. പക്ഷേ അത് എത്ര കണ്ട് പ്രായോഗിക തലത്തിൽ യാഥാർത്ഥ്യമാകുമെന്ന് കാത്തിരുന്ന് കാണേണ്ടതുണ്ട്. ശരി, ഐസൺ ജോസാണ് വിവരങ്ങൾ നൽകിയത്. ഉത്തർപ്രദേശിലെ സംഭാലിൽ കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുന്നതിനിടെ കണ്ടെത്തിയ ക്ഷേത്രത്തിൽ നിത്യാരാധന ആരംഭിച്ചു. ക്ഷേത്രത്തിൽ ആരാധനയ്ക്ക് എത്തുന്നവരെ തടഞ്ഞാൽ കർശന നടപടി സ്വീകരിക്കുമെന്ന് UP ഉപമുഖ്യമന്ത്രി കേശവ് പ്രസാദ് മൗര്യ അറിയിച്ചു. 46 വർഷം മുസ്ലിം വിഭാഗങ്ങൾ ചേർന്ന് കെട്ടിയടച്ചിരുന്ന ക്ഷേത്രം പോലീസിന്റെ സഹായത്തോടെയാണ് റവന്യൂ അധികാരികൾ വീണ്ടെടുത്തത്. സംഭലിലെ അനധികൃത കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുന്നതിനിടയിലാണ് ശിവക്ഷേത്രം കണ്ടെത്തിയത്. ഇസ്ലാം മത വിഭാഗങ്ങളിൽ നിന്നുമുള്ള ആളുകൾ ക്ഷേത്രം കയ്യേറി കെട്ടിയടച്ചു വെച്ചിട്ട് 46 വർഷങ്ങൾ പിന്നിട്ടു. കയ്യേറ്റങ്ങൾ പൂർണ്ണമായും ഒഴിപ്പിച്ചു. ഇതോടെ ക്ഷേത്രത്തിൽ നിത്യാരാധനയും ആരംഭിച്ചു. പ്രദേശത്ത് താമസിച്ചിരുന്ന ഹൈന്ദവ കുടുംബങ്ങളിൽ ഭയം സൃഷ്ടിച്ച് അവിടെ നിന്നും പലായനം ചെയ്യാൻ നിർബന്ധിതരായതോടെയാണ് ക്ഷേത്രം കയ്യേറിയതെന്ന് ഉത്തർപ്രദേശ് ഉപമുഖ്യമന്ത്രി കേശവ് പ്രസാദ് മൗര്യ പറഞ്ഞു. ഇനിമേലാൽ ക്ഷേത്രത്തിൽ ആരാധനയ്ക്ക് എത്തുന്നവരെ തടഞ്ഞാൽ കർശന നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. देखिए, उत्तर प्रदेश के संभल में जो 4 दशक से अधिक समय तक हनुमान जी का मंदिर, शिव जी का मंदिर बंद करके रखा गया था, एक भय का माहौल पैदा करके वहाँ से हिंदुओं को पलायन करने के लिए मजबूर किया गया था। वह खुलने के बाद जहाँ लोगों में खुशी है और विश्वास है, वहीं दूसरी ओर ऐसा लगता है कि इस प्रकार से कहीं पर भी कोई घेर करके, बंद करके, भय दिखा करके उत्तर प्रदेश में मंदिर हो या कोई अन्य धार्मिक स्थल हो, सार्वजनिक स्थल हो, किसी को कब्जा करके, छिपा करके और लोगों को वहाँ जाने से रोक करके कुछ किया है, तो उसको पता करके, ये कोई विवाद का विषय नहीं है, लेकिन जहाँ भगवान है उनका भोग लगता है
जो सार्वजनिक स्थल है उसका सार्वजनिक रूप से उपयोग होता है। अब भय के बल पर, धमकी के बल पर डरा करके जो कब्जे किए गए थे या जो वहाँ से रहने वाले हिंदुओं को या धर्मावलंबियों को पलायन करने के लिए मजबूर किया गया था, अब वो समय समाप्त हो। പൂജാരിമാർക്കാർക്കും തന്നെ ക്ഷേത്ര പരിസരത്ത് താമസിക്കാൻ കഴിയാതായതോടെ 1978 ക്ഷേത്രം അടയ്ക്കുകയായിരുന്നു എന്നാണ് ഭക്തർ വ്യക്തമാക്കുന്നത്. അതേസമയം സംഭലിൽ കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുന്ന നടപടികൾ പുരോഗമിക്കുകയാണ്. സമാനമായി നിരവധി ക്ഷേത്രങ്ങൾ കയ്യേറിയിട്ടുണ്ടെന്നാണ് ഭക്തരുടെ പരാതി. ജനം, ഡൽഹി. ലോക്സഭയിൽ ഭരണഘടന സംബന്ധിച്ച് നടന്ന പ്രത്യേക ചർച്ച കോൺഗ്രസിന് കനത്ത തിരിച്ചടിയാണ് നൽകിയത്. നാളെയും മറ്റന്നാളുമായി രാജ്യസഭയിലും പ്രതിപക്ഷ ആവശ്യപ്രകാരം ഭരണഘടനയിൽ പ്രത്യേക ചർച്ച നടക്കും. ആഭ്യന്തരമന്ത്രി അമിത്ഷാ ആകും രാജ്യസഭയിൽ മറുപടി പ്രസംഗം നടത്തുക. ഭരണഘടന സംബന്ധിച്ച് പാർലമെന്റിന്റെ ഇരുസഭകളിലും പ്രത്യേക ചർച്ച വേണമെന്ന് പ്രതിപക്ഷമാണ് ആവശ്യപ്പെട്ടത്. ഇത് അംഗീകരിച്ച സർക്കാർ 2 ദിവസം ലോക്സഭയിലും 2 ദിവസം രാജ്യസഭയിലും ചർച്ച അനുവദിച്ചു. എന്നാൽ ലോക്സഭയിൽ നടന്ന ചർച്ച കോൺഗ്രസിന് വിനയായി. ചർച്ച തുടങ്ങിവെച്ച പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് മുതൽ മറുപടി പ്രസംഗം നടത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വരെ കോൺഗ്രസിനെ രൂക്ഷമായ ഭാഷയിലാണ് കടന്നാക്രമിച്ചത്. ഭരണഘടന പോക്കറ്റിലിട്ട് നടക്കുന്നവരാണ് കോൺഗ്രസുകാരെന്ന് രാജ്നാഥ് സിംഗ് തുറന്നടിച്ചപ്പോൾ മുതിർന്ന MP രവിശങ്കർ പ്രസാദ് ഇന്ദിരാഗാന്ധി പ്രഖ്യാപിച്ച അടിയന്തരാവസ്ഥ കാലം ഓർമ്മിപ്പിച്ചു. ജവഹർലാൽ നെഹ്റു ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി നൽകിയത് രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്ക് വിരുദ്ധമാണെന്ന് രവിശങ്കർ പ്രസാദ് ചൂണ്ടിക്കാട്ടി. ഭരണഘടനയിൽ എത്ര പേജുകൾ ഉണ്ടെന്ന് പോലും കോൺഗ്രസുകാർക്ക് അറിയില്ലെന്നായിരുന്നു അനുരാഗ് സിംഗ് ഠാക്കൂറിന്റെ പരാമർശം. ഭാരതത്തിൽ ന്യൂനപക്ഷ വിഭാഗങ്ങൾ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം ചൂണ്ടിക്കാട്ടി കേന്ദ്രമന്ത്രി കിരൺ റിജിജു ന്യൂനപക്ഷ വേട്ട എന്ന പ്രതിപക്ഷ ആരോപണങ്ങളെ തള്ളി. മറുപടി പ്രസംഗത്തിൽ രൂക്ഷമായ വിമർശനങ്ങളാണ് നെഹ്റു കുടുംബത്തിനും കോൺഗ്രസിനുമെതിരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉയർത്തിയത്. അധികാരത്തിനായി നെഹ്റു കുടുംബം കാട്ടിക്കൂട്ടിയതൊക്കെ തുറന്നു കാട്ടിയ പ്രധാനമന്ത്രി നെഹ്റുവിനെയും ഇന്ദിരയെയും രാജീവിനെയും പേരെടുത്ത് വിമർശിച്ചു. ഭരണഘടനയെ ഇത്രമാത്രം അവഹേളിച്ച മറ്റൊരു കൂട്ടർ ഉണ്ടാകില്ലെന്നും നരേന്ദ്രമോദി ചൂണ്ടിക്കാട്ടി. നാളെയും മറ്റന്നാളുമായി രാജ്യസഭയിൽ നടക്കുന്ന ചർച്ചയും കോൺഗ്രസിന് വലിയ തിരിച്ചടിയാകും. ജനം, ഡൽഹി. 2 ദിവസമായി ലോക്സഭയിൽ നടന്ന പ്രത്യേക ചർച്ചയിൽ കൂടുതലായി ഉയർന്നു കേട്ടത് വീര സവർക്കർ എന്ന വാക്കായിരുന്നു. ഭരണഘടന സംബന്ധിച്ച പ്രത്യേക ചർച്ചയ്ക്കിടെ വീർ സവർക്കറെ ഇകഴ്ത്താൻ കോൺഗ്രസ് പലതവണ ശ്രമിച്ചെങ്കിലും രൂക്ഷമായി കടന്നാക്രമിച്ചായിരുന്നു ഭരണപക്ഷ അംഗങ്ങളുടെ മറുപടി. സവർക്കറെ പ്രകീർത്തിച്ച് ഇന്ദിരാഗാന്ധി എഴുതിയ കത്ത് ഉയർത്തിക്കാട്ടിയതോടെ കോൺഗ്രസ് ഒന്നാകെ വെട്ടിലായി. മനുസ്മൃതിയാണ് പിന്തുടരേണ്ടതെന്നും ഭരണഘടനയിൽ ഭാരതത്തിൻ്റെതായി ഒന്നുമില്ല എന്നും സവർക്കർ പറഞ്ഞിരുന്നതായി രാഹുൽ ആരോപിച്ചു. ഭരണഘടനയുടെ ചെറുപതിപ്പ് ഉയർത്തിപ്പിടിച്ചുള്ള പ്രസംഗത്തിനിടെ മനുസ്മൃതിയും ഉയർത്തിക്കാട്ടിയാണ് രാഹുൽ സവർക്കറെ വിമർശിച്ചത്. പിന്നാലെ ശിവസേന MP ശ്രീകാന്ത് ഷിൻഡെ ഇന്ദിരാഗാന്ധി സവർക്കറെ പ്രകീർത്തിച്ചെഴുതിയ കത്ത് സഭയിൽ ഉദ്ധരിച്ചു. സ്വതന്ത്രവീർ സവർക്കർ രാഷ്ട്രീയ സ്മാരക് എന്ന സംഘടനയുടെ സെക്രട്ടറിയായിരുന്ന പണ്ഡിറ്റ് ബാഖലേക്ക് ഇന്ദിര എഴുതിയ കത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇപ്രകാരമാണ്: നിങ്ങൾ 1980 മെയ് 8 എഴുതിയ കത്ത് കിട്ടിബോധിച്ചിരിക്കുന്നു. വീർ സവർക്കർ ബ്രിട്ടീഷുകാരെ സധൈര്യം എതിർത്തുകൊണ്ട് നടത്തിയ പോരാട്ടങ്ങൾക്ക് നമ്മുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലുള്ള പങ്ക് അവിസ്മരണീയമാണ്. ഭാരതത്തിന്റെ ഈ വിശിഷ്ടപുത്രന്റെ ജന്മവാർഷികം ആഘോഷിക്കുവാനുള്ള താങ്കളുടെ ഉദ്യമങ്ങൾക്ക് എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. ഇതായിരുന്നു കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് ഇന്ദിരയുടെ വാക്കുകൾ. ശ്രീനാഥ് ഷിൻഡെ ഇന്ദിരയുടെ വാചകങ്ങൾ തുറന്നു കാട്ടിയതോടെ രാഹുൽ പരിങ്ങലിലായി. ബ്രിട്ടീഷുകാരോട് സവർക്കർ മാപ്പ് ചോദിച്ചിരുന്നതായി തന്റെ മുത്തച്ഛി തന്നോട് പറഞ്ഞു എന്ന വാക്കുകളോടെ വിഷയത്തിൽ നിന്നും രാഹുൽ വ്യതിചലിച്ചു. വീര സവർക്കർക്കെതിരെ ആക്ഷേപങ്ങളും പരിഹാസങ്ങളും പടച്ചുവിടുന്ന കോൺഗ്രസുകാർക്ക് സവർക്കറെ പ്രകീർത്തിച്ചുള്ള ഇന്ദിരയുടെ വാക്കുകളെ തള്ളാനും കൊള്ളാനും കഴിയാത്ത അവസ്ഥയാണ്. ജനം, ഡൽഹി. ബാബറും ഔറംഗസേബുമല്ല, മറിച്ച് ശ്രീരാമനിലും ശ്രീകൃഷ്ണനിലുമാണ് ഭാരതത്തിന്റെ പൈതൃകമെന്ന മുൻ കേന്ദ്രമന്ത്രി രവിശങ്കർ പ്രസാദ്. യഥാർത്ഥ ഭരണഘടനയിൽ ശ്രീരാമന്റെയും ഹനുമാന്റെയും ചിത്രങ്ങളാണ് ഉള്ളത്. ബാബറിന്റെയും ഔറംഗസേബിന്റെയും ചിത്രങ്ങൾ ഭരണഘടനയിൽ ഇല്ലെന്നും ലോക്സഭയിൽ നടന്ന പ്രത്യേക ചർച്ചയിൽ BJPയുടെ മുതിർന്ന നേതാവ് കൂടിയായ രവിശങ്കർ പ്രസാദ് ചൂണ്ടിക്കാട്ടി. ഋഗ്വേദത്തിൽ പരാമർശിച്ചിരുന്നതുപോലെ ഭാരതത്തിന്റെ പൈതൃകം മതേതര സ്വഭാവമുള്ളതാണെന്ന് ഭരണഘടനാ ശില്പികൾക്കറിയാമായിരുന്നു. അതിനാലാണ് ഭരണഘടനയുടെ യഥാർത്ഥ പതിപ്പിൽ ഭാരതത്തിന്റെ പൈതൃകവും പാരമ്പര്യവും പേറുന്നവരുടെ ചിത്രങ്ങൾ ഉൾക്കൊള്ളിച്ചത്. ലങ്കായുദ്ധം വിജയിച്ച് സീതാസമേതനായി അയോധ്യയിൽ മടങ്ങിയെത്തുന്ന ശ്രീരാമന്റെ ചിത്രത്തിന് പുറമെ ലക്ഷ്മണനും ഹനുമാൻ സ്വാമിയും മഹാവീറും നടരാജനും
ഗുരു ഗോവിന്ദ് സിംഗും ഛത്രപതി ശിവജിയും ചിത്രങ്ങളായി ഭരണഘടനയിൽ ഇടം പിടിച്ചു. അതേസമയം ബാബറുടെയും ഔറംഗസേബിന്റെയും ചിത്രങ്ങൾ ഭരണഘടനയിൽ ഉൾക്കൊള്ളിച്ചിട്ടില്ലെന്നും രവിശങ്കർ പ്രസാദ് ചൂണ്ടിക്കാട്ടി. ഇന്നാണ് ഭരണഘടന രൂപപ്പെടുത്തിയിരുന്നെങ്കിൽ അത്തരം ചിത്രങ്ങൾ ഉൾപ്പെടുത്തിയാൽ പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധങ്ങളെ നേരിടേണ്ടി വരുമായിരുന്നുവെന്നും രവിശങ്കർ പ്രസാദ് പറഞ്ഞു. രാഹുലിന് വസ്തുതകൾ അറിയില്ല, അതിനാൽ ഉടൻ തന്നെ രാഹുൽ തന്റെ ഉപദേശകനെ മാറ്റണമെന്നും രവിശങ്കർ പ്രസാദ് ആവശ്യപ്പെട്ടു. और नीचे कच्ची फांसी दी जाती थी ताकि दर्द हो और सावरकर डरे। ठीक है, आप अपने राजनीति के लिए जो कुछ भी बोलिए, लेकिन जिस व्यक्ति ने देश के लिए इतना त्याग किया, उनके भाई की मृत्यु अंडमान में हो गई, उसके बारे में ऐसे शब्द का प्रयोग न करें, ये मैं बहुत विनम्रता से कहूंगा। और फिर कहूंगा, ट्यूटर बदलना बहुत जरूरी है। ये ट्यूशन कहां से आ रहा है, ये बताना बहुत जरूरी है। സർദാർ വല്ലഭായ് പട്ടേൽ, മൗലാന അബ്ദുൽ കലാം ആസാദ് തുടങ്ങിയ നേതാക്കളുടെ സംഭാവനകളെ കോൺഗ്രസ് അംഗീകരിക്കില്ലെന്ന് പറഞ്ഞ രവിശങ്കർ പ്രസാദ് പ്രസംഗത്തിൽ പോലും കോൺഗ്രസുകാർ ഈ പേരുകൾ ഉൾപ്പെടുത്തില്ലെന്നും വിമർശിച്ചു. ഭാരതത്തിന്റെ പാരമ്പര്യത്തെയും പൈതൃകത്തെയും ഇകഴ്ത്തുവാനുള്ള കോൺഗ്രസിന്റെ നിരന്തരമുള്ള ശ്രമങ്ങൾക്കുള്ള മറുപടിയായിരുന്നു മുതിർന്ന BJP നേതാവ് കൂടിയായ രവിശങ്കർ പ്രസാദിന്റെ വാക്കുകൾ. ജനം, ഡൽഹി. ഡെറാഡൂണിൽ നടക്കുന്ന 10ാമത് ആയുർവേദ കോൺഗ്രസിന്റെ പ്രധാന ആകർഷണം ആരോഗ്യ എക്സ്പോയാണ്. പാരമ്പര്യവും ആധുനികതയും സമന്വയിക്കുന്ന ആരോഗ്യ എക്സ്പോയെക്കുറിച്ചുള്ള പ്രത്യേക റിപ്പോർട്ട് കാണാം. ഡെറാഡൂണിൽ നടക്കുന്ന ആയുർവേദ കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആകർഷണീയമായ ഘടകങ്ങളിലൊന്ന് ആരോഗ്യ എക്സ്പോ തന്നെയാണ്. അതായത് ഈ ആധുനിക കാലഘട്ടത്തിൽ ആയുർവേദത്തിൻ്റെ പ്രസക്തി എന്താണ് എന്ന് കൃത്യമായി അടയാളപ്പെടുത്തുന്നതാണ് ആരോഗ്യ എക്സ്പോ. ഏതാണ്ട് 58 രാജ്യങ്ങളുടെ പ്രതിനിധികൾ ഉൾപ്പെടെ ഇതിൻ്റെ ഭാഗമാകുന്നുണ്ട്. ഇപ്പോൾ ഇതേപ്പറ്റി വിശദീകരിക്കുന്നതിനായി വിജ്ഞാൻ ഭാരതിയുടെ പശ്ചിമ ക്ഷേത്രത്തിൻ്റെ സംഘടനാ ജനറൽ സെക്രട്ടറിയായ ശ്രീപ്രസാദ് ചേരുകയാണ്. ശ്രീപ്രസാദ് ജി, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആകർഷണം, കഴിഞ്ഞ 4 ദിവസമായി ഞങ്ങൾ ഇവിടെ ഉണ്ട്, ധാരാളം ആളുകൾ ഈ എക്സ്പോ കാണുന്നതിനായി എത്തുന്നുണ്ട്. ഇതിനെപ്പറ്റി ഒന്ന് വിശദീകരിക്കും. ഇന്ന് നമ്മളിവിടെ വിജ്ഞാന ഭാരതിയുടെ 10ാമത് വിശ്വ ആയുർവേദിക് സമ്മേളനം, അതായത് ലോക ആയുർവേദ കോൺഗ്രസ് നമ്മളുടെ പരിസമാപ്തിയിലേക്ക് കടക്കുകയാണ്. 4 ദിവസമായി, അതായത് ഡിസംബർ 12-ാം തീയതി മുതൽ 15-ാം തീയതി വരെ ആണ് നമ്മൾ ഈ പ്രോഗ്രാം ഇവിടെ ഡെറാഡൂണിലെ പരേഡ് ഗ്രൗണ്ടിൽ ഈ പ്രോഗ്രാം പ്ലാൻ ചെയ്തിരുന്നത്. ഈ പ്രോഗ്രാമിലെ ഒരു മുഖ്യ ആകർഷണം എന്ന് പറയുന്നത് ആയുർവേദ ആരോഗ്യ എക്സ്പോ ആണ്. വേൾഡ് ആയുർവേദ കോൺഗ്രസ് ആൻഡ് ആരോഗ്യ എക്സ്പോ എന്ന ഈ പ്രോഗ്രാമിലെ മെയിൻ അട്രാക്ഷൻ നമ്മളുടെ ഈ ആരോഗ്യ എക്സ്പോയാണ്. ആയുർവേദ രംഗത്തെ ഒട്ടുമുക്കാൽ ആയുർവേദ കമ്പനികളും ആയുർവേദ വിപണനത്തിൻ്റെ പുതിയ സാധ്യതകൾ തേടിക്കൊണ്ട് ഈ ആരോഗ്യ എക്സ്പോയിൽ അവരുടെ സ്റ്റാളുകൾ സജ്ജീകരിച്ചിട്ടുണ്ട്. ഈ ദേവഭൂമിയിലാണ് ഇത്തവണ ആയുർവേദ കോൺഗ്രസ് നടക്കുന്നത്. അതിൻ്റെ സമാപന സമ്മേളനത്തിലേക്ക് നമ്മൾ കടക്കാൻ പോവുകയാണ്. എങ്ങനെയാണ്, വിജ്ഞാൻ ഭാരതി ആണല്ലോ ഇതിന് ഇനിഷ്യേറ്റീവ് എടുക്കുന്നത്, ഈ ഒരു സമ്മേളനത്തെ എങ്ങനെ നോക്കിക്കാണുന്നു, എന്താണ് വിലയിരുത്തൽ ഇത് തീരുമ്പോൾ? ഇത് 2002 കേരളത്തിൽ നിന്നാണ് നമ്മൾ ഈ വിശ്വ ആയുർവേദിക് സമ്മേളനം തുടക്കം കുറിച്ചത്. ഈ ലോക ആയുർവേദ കോൺഗ്രസിൻ്റെ തുടക്കം കേരളത്തിൽ നിന്നായതിനു ശേഷം പല സ്ഥലങ്ങളിലായി നമ്മൾ ഈ വേൾഡ് ആയുർ കോൺഗ്രസ് ഓർഗനൈസ് ചെയ്തു. അതിനുശേഷം ഇപ്പോൾ ഈ 10ാമത് ഇവിടെ ഈ പ്രോഗ്രാം നമ്മളിവിടെ ഓർഗനൈസ് ചെയ്യുമ്പോൾ കേന്ദ്ര ആയുഷ് മന്ത്രാലയം ഇതിനൊരു പ്രത്യേകത. കേന്ദ്ര ആയുഷ് മന്ത്രാലയം, ഞാൻ പറഞ്ഞത്, നമ്മളുടെ 6ാമത് ആയുർവേദ സമ്മേളനം നടന്നത് ദില്ലിയിലായിരുന്നു. ദില്ലിയിലെ ആയുർവേദ സമ്മേളനത്തിൽ അവസാനം വാലിഡിറ്റി പ്രോഗ്രാമിൽ മുഖ്യ അതിഥിയായി വന്നത് നമ്മളുടെ മാനനീയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയാണ്. ആ സമ്മേളനത്തിൻ്റെ വാലിഡിറ്റി പ്രോഗ്രാം അറ്റൻഡ് ചെയ്തതിന് ശേഷമാണ് അദ്ദേഹം ആയുഷ് മന്ത്രാലയം അതേ ദിവസം രാത്രിയാണ് ആയുഷ് മന്ത്രാലയം പ്രഖ്യാപിക്കുന്നത്. അതിനുശേഷം നടന്ന എല്ലാ ആയുർവേദ കോൺഗ്രസിലും കേന്ദ്ര ആയുഷ് മന്ത്രാലയത്തിൻ്റെ പൂർണ്ണ പിന്തുണയും പൂർണ്ണ സഹകരണവും ഉണ്ടായിരുന്നു. അതുപോലെ ഈ വിദേശ പ്രാതിനിധ്യം എടുത്തു പറയേണ്ടതാണല്ലോ, പ്രത്യേകിച്ച് ഓരോ രാജ്യങ്ങളിലെയും പരമ്പരാഗത ചികിത്സാ രീതികൾ, അതുമായൊക്കെ ബന്ധപ്പെട്ട പ്രതിനിധികൾ ഇതിലേക്ക് എത്തിയിട്ടുണ്ട്. അതേപ്പറ്റി കൂടി ഒന്ന് വിശദീകരിക്കും. 10ാമത് വേൾഡ് ആയുർവേദ കോൺഗ്രസിലേക്ക് എത്തുമ്പോൾ ഏകദേശം 58 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളാണ് ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. അവർ ഈ ആരോഗ്യ എക്സ്പോയിൽ മാത്രമല്ല, ഈ 58 രാജ്യങ്ങളിൽ ആയുർവേദത്തിനെ കുറിച്ചുള്ള റിസർച്ച്, എല്ലാ രാജ്യങ്ങളിലും ആയുർവേദം ഒരു മെഡിസിനൽ സിസ്റ്റമായിട്ട് അംഗീകരിച്ചിട്ടില്ല എങ്കിൽ കൂടിയും അവിടെ ആയുർവേദത്തിന് വലിയ പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള റിസർച്ച് നടക്കുന്നുണ്ട്. അപ്പോൾ അത്തരം രാജ്യങ്ങളിൽ നടക്കുന്ന റിസർച്ചിനെ കുറിച്ചിട്ടുള്ള പ്രബന്ധ അവതരണങ്ങൾ ഈ ആയുർവേദ കോൺഗ്രസിൽ നടക്കുന്നുണ്ട്. ഏകദേശം 350ഓളം വിദേശ പ്രതിനിധികളാണ് ഈ ആയുർവേദ സമ്മേളനത്തിൽ വന്ന് അവർ
അവരുടെ പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചത്. അപ്പോൾ ആയുർവേദത്തിനെ കുറിച്ച് മറ്റു രാജ്യങ്ങളിൽ എന്തൊക്കെയാണ് നടക്കുന്നത്, ഏത് തരത്തിലുള്ള റിസർച്ചുകളാണ് നടക്കുന്നത്, ഭാരതത്തിൽ ഈ ആയുർവേദ സമ്മേളനത്തിൽ ആയുർവേദത്തിൻ്റെ പുതിയ സാധ്യതകൾ എന്തൊക്കെയാണെന്ന് അറിയാനും കൂടിയുള്ള വിദേശ പ്രതിനിധികളുടെ ഒരു ആകാംക്ഷ കൂടി ഈ ആയുർവേദ സമ്മേളനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതോടൊപ്പം മറ്റു രാജ്യങ്ങളിലേക്കുള്ള ആയുർവേദത്തിൻ്റെ ഒരു വിപണന സാധ്യത അത് നമ്മൾ ഈ എക്സ്പോയിൽ നമുക്ക് നോക്കി കാണാവുന്നതാണ്. നമ്മൾ ബയേഴ്സ് സെല്ലേഴ്സ് മീറ്റും B2B മീറ്റും അങ്ങനെ 2 തരത്തിലുള്ള പ്രോഗ്രാമുകളാണ് ഈ ആയുർവേദ സമ്മേളനത്തിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതായത് ആയുർവേദത്തിന് മറ്റ് രാജ്യങ്ങളിലേക്ക് എങ്ങനെ വിപണി സാധ്യത വർദ്ധിപ്പിക്കാം, ഈ രീതിയിലുള്ള മീറ്റിങ്ങുകൾക്കായി വളരെ വലിയൊരു പ്ലാറ്റ്ഫോമാണ് നമ്മളിവിടെ അറേഞ്ച് ചെയ്തത്. ഏകദേശം 20ഓളം ബിസിനസ് മീറ്റിങ്ങുകൾക്കുള്ള റൂമുകൾ നമ്മളിവിടെ അറേഞ്ച് ചെയ്തത്. അതിൽ വിദേശ പ്രതിനിധികളും നമ്മളുടെ ആയുർവേദ കമ്പനികളുടെ പ്രതിനിധികളും ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്ത് നമ്മളുടെ ആയുർവേദ ബിസിനസ് എങ്ങനെ ലോകം മുഴുവൻ വ്യാപിപ്പിക്കാം, ആയുർവേദത്തിനെ ഒരു മുഖ്യധാരയിലേക്ക് ലോകം മുഴുവനുള്ള മെഡിസിനൽ സിസ്റ്റത്തിൻ്റെ ഒരു ആധുനിക കാലഘട്ടത്തിൽ ആയുർവേദത്തിൻ്റെ പ്രസക്തി എന്താണ് എന്ന് വരച്ചു കാണിക്കുന്ന ആരോഗ്യ എക്സ്പോയാണ് ഈ ഡെറാഡൂണിലെ പരേഡ് ഗ്രൗണ്ടിൽ തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഡെറാഡൂണിൽ നിന്നും ഉണ്ണീക്കെ വാര്യർക്കൊപ്പം ഗൗതം അനന്തനാരായണൻ, ജനം. ജമ്മു കശ്മീരിലെ ബന്ദിപ്പോറയിൽ വാഹനാപകടത്തിൽ 2 സൈനികർക്ക് പരിക്കേറ്റു. സാദിഖുഷി ഗുരേസ് റോഡിൽ മഞ്ഞിൽ തെന്നിയാണ് വാഹനം മലയിടുക്കിലേക്ക് വീണത്. മഞ്ഞുവീഴ്ച ശക്തമായതാണ് അപകടത്തിന് കാരണമെന്നാണ് വിവരം. പരിക്കേറ്റ 2 ജവാന്മാരെ ആശുപത്രിയിലേക്ക് മാറ്റിയെന്നും ഉന്നത ഉദ്യോഗസ്ഥർ അറിയിച്ചു. അപകടമുണ്ടായ ഉടൻ കനത്ത മഞ്ഞുവീഴ്ചയിലും രക്ഷാപ്രവർത്തനം നടത്തിയെന്നും സൈനിക വൃത്തങ്ങൾ അറിയിച്ചു. സിറിയൻ വിവാദ വിഭാഗവുമായി ചർച്ചകൾ തുടരുന്നുവെന്ന US സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ. ജോർദാൻ, അറബ് രാജ്യങ്ങൾ, ടർക്കി തുടങ്ങിയ രാജ്യങ്ങളുടെ മധ്യസ്ഥതയിലാണ് ചർച്ചകൾ. ന്യൂനപക്ഷങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുകയും ഭീകരരുടെ സാന്നിധ്യം ഇല്ലാതാക്കുകയുമാണ് ലക്ഷ്യമെന്ന് അമേരിക്കയും മധ്യസ്ഥ രാജ്യങ്ങളും സംയുക്തമായി പുറത്തിറക്കിയ വിശദീകരണത്തിൽ പറയുന്നു. ഹയാത്ത് തഹ്രീർ അൽ ഷം എന്ന സംഘടനയെ ഭീകരരായി തന്നെയാണ് അമേരിക്ക കണക്കാക്കുന്നത്. എന്നാൽ വിവിധ അറബ് രാജ്യങ്ങളും ജോർദാൻ, ടർക്കി തുടങ്ങിയ രാജ്യങ്ങളുടെയും മധ്യസ്ഥതയിൽ ഹയാത്ത് തഹ്രീർ അൽ ഷം അഥവാ HTSുമായി സമ്പർക്കം തുടരുന്നുവെന്നാണ് ആന്റണി ബ്ലിങ്കൻ അറിയിച്ചത്. ന്യൂനപക്ഷ സംരക്ഷണം ഉറപ്പാക്കിയും ഭീകരതയ്ക്ക് ഇടം നൽകാതെയുമുള്ള നീക്കങ്ങളാണ് തുടരുക എന്നും അമേരിക്ക പറയുന്നുണ്ട്. സമാധാന നീക്കങ്ങളെ ഭീകരർ മുതലെടുക്കാതിരിക്കാനുള്ള പ്രത്യേക ശ്രദ്ധയുണ്ടാകുമെന്ന് അറബ് രാജ്യങ്ങളുടെ കൂട്ടായ്മയും പറയുന്നു. മുഴുവൻ സിറിയൻ ജനതയെയും പ്രതിനിധാനം ചെയ്യുന്ന ഭരണകൂടമായിരിക്കും സ്ഥാപിക്കപ്പെടുക. അതേസമയം വിമത വിഭാഗത്തോടൊപ്പം നിൽക്കുന്ന ജിഹാദികൾ ഇത്തരം നീക്കങ്ങളെ അനുകൂലിക്കുമോ എന്നത് കാത്തിരുന്നു കാണേണ്ടതുണ്ട്. ബഷാർ അൽ അസദിനെ പിന്തുണയ്ക്കുന്ന റഷ്യയും ഇറാനും ചർച്ചകളിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ്. ജിഹാദി സംഘടനകൾ ഇടപെടുന്ന സിറിയയിൽ ഇറാന്റെ പിന്തുണയോടെ ആക്രമണങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. ഭീകര പ്രസ്ഥാനങ്ങളുടെ പട്ടികയിൽ നിന്നും HTSനെ ഒഴിവാക്കില്ലെന്ന് നേരത്തെ ബ്രിട്ടനും വ്യക്തമാക്കിയിരുന്നു. സിറിയയിൽ ജനാധിപത്യം സ്ഥാപിക്കാനുള്ള നീക്കങ്ങൾ പുരോഗമിക്കുന്നുവെങ്കിലും പ്രതീക്ഷ നൽകുന്ന നടപടികൾ ഉണ്ടാകുന്നില്ലെന്നത് അനിഷേധ്യ സത്യമായി തുടരുകയാണ്. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം. ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. നമസ്തേ.